എൻ്റെ പേര് റീജ, ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വരുന്നത്. 6 വർഷമായിട്ട് എൻ്റെ ശരീരത്തിലാകെ സ്വല്പം നീരും വേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. വലിയ കുഴപ്പത്തിലൊന്നും പോയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഒരു ജനുവരി ഈ 2024 ജനുവരി ആയപ്പോൾ നീരാകെ വേദന കൂടുതലായി, നീര് കൂടുതലായി, നടക്കാൻ പറ്റാതായി, നടക്കണമെങ്കിൽ ഇങ്ങനെ പിടിച്ച് നടക്കുന്നൊരവസ്ഥയായി. പിന്നെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ദിവസേന പോയിരുന്നതാണ്. പക്ഷേ എനിക്ക് നടന്നൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ 2 അടിയൊക്കെ നടക്കുമ്പോഴത്തേക്ക് കാലൊക്കെ വേദന എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാനൊക്കെ തോന്നും. പള്ളിയിൽ ചെന്നാലും നിൽക്കാനോ ഇരിക്കാനോ മുട്ടുകുത്താനോ ഒന്നിനും സാധിക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വല്ലാതെ കൂടുതലായപ്പോൾ വേറെ ഡോക്ടറെ പോയി കണ്ടു. സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ പിന്നെ കാണിച്ചില്ല. പിന്നെ ഞങ്ങൾ വേറെ രാജഗിരി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പോയി ഡോക്ടറെ കണ്ടു. അവർ ടെസ്റ്റിന് എഴുതി. ANA എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റാണ് ആദ്യം ചെയ്തത്. അതിൽ നോക്കിയപ്പോൾ ANA പോസിറ്റീവായിരുന്നു. ANA പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധശേഷി നമുക്കെതിരെ തിരിയുന്നൊരു പ്രതിഭാസം, അതാണ് സംഭവം. അപ്പോൾ അത് എന്തെങ്കിലും ശരീരത്തിൽ തന്നെ കാരണങ്ങളുണ്ടാവും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ അതിന് ഫോളോ അപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടെസ്റ്റിനും കൂടിയും എഴുതിയിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിന് ബ്ലഡ് കൊടുത്ത് ഞങ്ങൾ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ 2 ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇത് കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ധ്യാനത്തിന് പോകുമെന്ന് പറഞ്ഞു. ധ്യാനമൊക്കെ ഞങ്ങൾ ഒരുപാട് കൂടിയിട്ടുള്ളതാണ്. കുറേ ധ്യാനകേന്ദ്രങ്ങളിൽ പോയി ചികിത്സിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കടലുണ്ടിയിൽ ഏൽറൂഹ എന്ന് പറഞ്ഞിട്ടൊരു ധ്യാനകേന്ദ്രമുണ്ട്, അവിടെ അത്ഭുത ജപമാല നടക്കുന്നുണ്ട്, അത് വീട്ടിലിരുന്നിട്ട് നമുക്ക് യൂട്യൂബിൽ കൂടെ കൂടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് തന്നെ അത്ഭുത ജപമാലകൾ സെർച്ച് ചെയ്തു, അത് കിട്ടി. അന്ന് മുതൽ കാണാൻ തുടങ്ങി. അവിടെ നിന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ശരീരമാസകലം നീരും വേദനയുമായിട്ട് കിടന്നുകൊണ്ട് ധ്യാനം കൂടുന്ന ഈ ഒരു മകളെ കർത്താവ് തൊടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു. 3 ദിവസത്തിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മേൽ നീരോ വേദനയോ ഒന്നുമില്ല. നടക്കാൻ ബുദ്ധിമുട്ടില്ല, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പള്ളിയിലേക്ക് നടന്നു ഒരു 15 മിനിറ്റ് സമയം നടക്കാനുള്ള വഴിയുണ്ടായിരുന്നു. നടന്നു, പള്ളിയിൽ ചെന്നു, നിന്നു, ഇരുന്നു, മുട്ടുകുത്തി, ഒന്നിനും ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അന്ന് മുതൽ ഇന്ന് വരയ്ക്കും വേദനയോ നീരോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ബ്ലഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിൽ ലൂപ്പസ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖമാണ്, അത് പോസിറ്റീവാണ്. പക്ഷേ എൻ്റെ ശരീരത്തിൽ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർക്ക് സംശയമായി, ഇനിയിപ്പോൾ ബ്ലഡിൻ്റെ ടെസ്റ്റിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് ഇതേ ടെസ്റ്റ് തന്നെ ഒരു പ്രാവശ്യം കൂടിയും ചെയ്യാൻ പറഞ്ഞു. അതേ ടെസ്റ്റ് തന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടിയും കൊടുത്തു. അതിൻ്റെ റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വന്നു. അതിലും പോസിറ്റീവാണ്. പക്ഷേ എനിക്ക് ശരീരത്തിന് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാത്രമായിരുന്നു. അത് ഒന്ന് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണുമ്പോൾ ഒന്ന് കാണിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ സ്കിന്നിൻ്റെ ഡോക്ടർക്ക് റെഫർ ചെയ്തു. സ്കിന്നിൻ്റെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, മുടി കൊഴിച്ചിലൊന്നും ഇല്ല, അതൊക്കെ സാധാരണ ഒരാളുടെ തലയിൽ നിന്ന് പോകുന്ന അത്രയും കൊഴിച്ചിൽ തന്നെ ഉള്ളൂ, മാത്രമല്ല മുടിയൊക്കെ ഉള്ളിൽ നന്നായിട്ട് വളർന്നു വരട്ടെന്നും പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അച്ഛൻ, ഞാൻ അത്ഭുതജപമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടി കൊഴിച്ചിലുള്ളവർ ശക്തിയായിട്ട് പ്രാർത്ഥിക്കുക, പിന്നെ ഇവിടുത്തെ വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ തലയിൽ തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ അത് അച്ഛൻ പറഞ്ഞ അന്ന് തന്നെ ഒലിവ് ഓയിൽ തേച്ച് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം തൊട്ട് മുടി കൊഴിച്ചിൽ കുറഞ്ഞു എന്ന് മാത്രമല്ല, ഡോക്ടർ നോക്കുമ്പോൾ മുടിയൊക്കെ ഉള്ളിൽ നന്നായിട്ട് വളർന്നു തുടങ്ങി, പുതിയ മുടികൾ വരാനും തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് ഇവിടെ അച്ഛനെ വന്ന് കണ്ടിരുന്നു. അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഭാര്യ വയ്യാണ്ട് കിടക്കുകയാണ്, ഇങ്ങനെയാണ് അസുഖം എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല അങ്ങനെ കുഴപ്പമൊന്നും കാണുന്നില്ല, അസുഖം പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ടു എന്നാകുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ശരീരത്തിൽ വേദനയോ വിഷമോ ഒന്നും തന്നെ ഇല്ല, നീരുമില്ല. എത്ര സമയം ഇരുന്നാലും വേദന വരില്ല, നീര് വരില്ല, നടക്കാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ മാത്രമല്ല, ജോലിയൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തിയേക്കായിരുന്നു. ഇപ്പോൾ ഈ 13-ാം തീയതി മുതൽ, മെയ് മാസം 13-ാം തീയതി മുതൽ ജോലിക്ക് വീണ്ടും പോകാൻ തുടങ്ങി. പിന്നെ ഒരു സാക്ഷ്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയിരിക്കുകയായിരുന്നു. അവന് നല്ല മാർക്ക് വാങ്ങി ജയിക്കാനായിട്ട് പറ്റി. അവൻ എക്സാമിൻ്റെ സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരീക്ഷയുടെ പേടിയോടുകൂടി പരീക്ഷ എഴുതാൻ പോയിരിക്കുന്ന എബി എന്ന മകനെ കർത്താവ് തൊടുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നു, അവന് A+ ഉണ്ട്, 8 A+ഉം 2 Aയുമായിട്ട് ഉന്നത വിജയം തന്നിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ അന്തോണീസിനും നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.